Hello everyone, welcome to Milestone Makers. അപ്പോൾ Milestone Makersൽ ഇതാ വീണ്ടും നമ്മളൊരു ട്രഷർ ഹണ്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1,00,000 രൂപയുടെ ട്രഷർ ഹണ്ട്. അപ്പോൾ ഇന്ന് ഈ 1,00,000 രൂപ കണ്ടുപിടിക്കാൻ പോകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നേ ഇന്നത്തെ ട്രഷർ ഹണ്ട് നമ്മൾ നടത്തുന്നത് മറൈൻ ഡ്രൈവിലുള്ള സിലിക്കോൺ ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര വിശാലമായൊരു ഷോറൂമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രഷർ ഹണ്ട് ചെയ്യാൻ പോകുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ മുന്നേ നമ്മൾ സാധാരണ ട്രഷർ ഹണ്ട് നടത്തുന്നത് 2 ടീമായിട്ടൊക്കെയാണ്. പക്ഷേ ഇന്ന് ഒരു കപ്പിൾസിനെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ടീം ഒന്നുമില്ല, 2 പേരും കൂടെ ഒരുമിച്ചാണ് ഇന്ന് ആ ട്രഷർ ഹണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുന്നേ നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ ഇണക്കുരുവികൾ നമ്മുടെ സ്വന്തം അപർണ ചേച്ചി ആൻഡ് ജീവചേട്ടൻ. വെൽക്കം. വാ സ്റ്റൈലായിട്ട് പറഞ്ഞല്ലേ? വാ. സ്റ്റൈലല്ലേ? ഈ സ്റ്റൈൽ മതിയോ? സ്ലോ മോഷൻ അഡ്ജസ്റ്റ് ചെയ്യോ? ഞാൻ നേരത്തെ പറഞ്ഞ അല്ല നമ്മളിന്ന് വൈറ്റാണല്ലോ. ഇവിടെ മഴയൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് സ്വെറ്റർ ഒക്കെ ഇട്ട് വരാതെ. ഇവിടെ മഴയൊക്കെ ഈ വെതറിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യാൻ അറിയില്ല. ഇല്ല, ഞങ്ങള് മലയാളികൾക്ക് ഇങ്ങനെ അറിയത്തില്ല. ഞങ്ങള് ചൂടത്ത് ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് പോകും. നല്ല നല്ല സമ്മറിൽ സെറ്റ്സും ഹുഡീസും കല്ലിലൊരു ഗ്യാപ്പും അതാണ് ഞങ്ങൾ. അതാണ് ഇപ്പൊ മഴയാണ്, തണുപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആക്ച്വലി ക്ലൈമറ്റിന് അപ്രോപ്രിയേറ്റ് ഉള്ള ഡ്രസ്സാണ് ഞാനും പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ മഴയൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കയറുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നല്ല വെള്ള ഷൂവും വെള്ള ഡ്രസ്സൊക്കെ പിന്നെ വേറെ നടക്കുമ്പോഴാണ് ചള്ള മുഴുവൻ ഇവിടെ ഇരിക്കും. ഇല്ല, ഞാൻ കാറിലാണല്ലോ. ഞാൻ പിന്നെ നടന്നു കാണാൻ വന്നേ, ഞാനും കാറിലാണ് വന്നത്. നീ ഓട്ടോയ്ക്കാന്ന് പറഞ്ഞു. സാലറി കൊണ്ട് കാറ് മേടിച്ചടാ. ഓ, ഞാൻ അറിഞ്ഞില്ല. അല്ല, ഞാൻ ആക്ച്വലി ആരോ ഇടയ്ക്ക് പറയും ട്രെയിൻ പോയി. ഞാൻ കേട്ടു മൈൽസ്റ്റോൺ കംപ്ലീറ്റ് നിനക്ക് എഴുതി തന്നെന്ന്. അതാ ലാഭമെന്ന്. ഇവക്ക് പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് വരെ ഞാൻ അറിഞ്ഞു. ഭയങ്കര എനിക്ക് പാർട്ണർ ആണെന്ന് വരെ ഞാൻ അറിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂവിന് വരുമ്പം അതായത് ഭയങ്കര ഫേമസ് ആയ പാറു നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ഇപ്രാവശ്യം ചാനൽ ഉടമയായ സെലിബ്രിറ്റിയായ ആക്ട്രസ് ആയ എല്ലാമായ നമ്മൾ പാർവതി ബാബു സെറ്റിലെ ഫാൻസ് ഇളകും, കുത്തിപ്പിടിക്കും, വഴി തടഞ്ഞു നിർത്തും. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങള് പറയാതെ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. അതിന്റെ അഹങ്കാരമാണ് കണ്ടത്. ആ അഹങ്കാരത്തിന്റെ കാര്യം പറഞ്ഞല്ലേ? ഞാൻ കാണുന്നുണ്ട് എല്ലാം. എന്ത് ടൂറ് പോയി ഞാൻ കാണുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ഞാനൊരു കാര്യം വെച്ചിട്ടേ, നീ ഇത് എവിടെ പോവാ? ഇങ്ങോട്ട് വാ. ഞാൻ ഇങ്ങനെ പേടിച്ച് ബാക്കോട്ട് പോയത്. ഞങ്ങള് അടിപൊളിയായിട്ട് പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുതിയ ചാനൽ തുടങ്ങി, അതിന്റെ സന്തോഷം. പിന്നെ എല്ലാം നന്നായിട്ട് പോകുന്നു. ദൈവത്തിന്റെ കറുണ്ട്. എങ്ങോടാ അത് പറയാൻ പാടില്ല, അതിപ്പോ പറയില്ല. പിന്നീട് എല്ലാം അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് അവിടെയാണ് തമിഴിലും. അടുത്തായിട്ട് ഇവര് പോകുന്ന സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതിന്റെ താഴെ ഇവരാരാ? അപ്പൊ പൂർത്തിയായില്ലേ? പക്ഷെ ഒരു സത്യം പറയട്ടെ, എനിക്ക് ഈ തന്നിട്ടില്ല വേണേ ചേട്ടൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു പ്രൊഡ്യൂസറോട് പറയും. ഏയ്, ഒരിക്കലും ഇല്ല. പക്ഷെ തന്ന ഒരു പ്രതീതിയാണല്ലോ. 24 മണിക്കൂർ നിന്റെ മുഖം മാത്രമേ ഈ ചാനലിൽ കാണാനുള്ളൂ. അത് പക്ഷേ അതൊരു അയ്യോ അങ്ങനെ പറയരുത്. നീ ഇല്ലെങ്കിൽ ഹൃദയം നൊന്ത് സങ്കടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫാൻസ് വരെ ഉണ്ട്. അതിൽ നമ്മുടെ ലെൻസ്മാൻ വരെ പെടുമല്ലോടാ. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ഇവളെ കാണാൻ വേണ്ടി ഞങ്ങളുടെ ടീം മെമ്പർ വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. പാർവതിയുടെ വിജയം. മൈൽസ്റ്റോൺ ആണ്, പാർവതിയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് പറഞ്ഞപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ലെൻസ്മാൻ 3 മണിക്ക് ഇന്റർവ്യൂ ഉള്ള ലെൻസ്മാൻ 11:30 വന്നു നിന്നു. ചേട്ടാ 12 മണിയായി, ചേട്ടാ 1 മണിയായി, ചേട്ടാ 1:15 എന്ന് പറഞ്ഞു. അല്ല, പക്ഷെ ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആസ് എൻ ആങ്കർ ഒരു ചാനലിനെ, അതിപ്പോ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, എന്ത് ചാനൽ, അതിന്റെ ഫേസ് ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്കർ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മതിയല്ലോ. ഇതുകൊണ്ട് നീ മാക്സിമം കട്ടി കുറച്ചുള്ള സാധനങ്ങൾ തരണം. ഒരാളിവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ചൊക്കെ നിക്ക. ടൂറൊക്കെ കഴിഞ്ഞ് 2 പേരും വന്നേക്കാം, നല്ല പണി ഞാൻ തരുന്നുണ്ടെന്ന്. പക്ഷേ യൂട്യൂബേഴ്സിന്റെ വീട്ടിലോ റെയ്ഡ് ഇവിടെ വന്ന് ഇതൊക്കെ കാണിച്ചിട്ട് വീണ്ടും എന്റെ അനധികൃതമായി 1 ലക്ഷം രൂപ കൈവശം വെച്ചിരുന്നത്. ഇതൊക്കെ തമ്പ്
Okay. 1 lakh rupees. 1 lakh rupees ആണ്. Yeah. Okay. Thank you. ഇത് എത്ര 1 ലാക്കോ 1 lakh. 1 ലാക്കിന് അപ്പൊ ഈ ട്രഷർ ഹണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഈ 1 lakh കൊണ്ട് വീട്ടിൽ പോവാം. പ്രശ്നം ചോദിച്ചാൽ ഈ 1 ലാക്ക് ഈ 1 lakh വേണ്ട. ശരിക്കുള്ള 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടാൽ വിത്ത് GST കേട്ടോ. വിത്ത് GST. ഞാൻ പറയട്ടെ ശരിക്കുള്ള 1 lakh വെക്കാൻ നമുക്ക് പറ്റില്ല. എന്താ കുറെ ആൾക്കാരൊക്കെ വരുന്നല്ലേ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വെച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കുള്ള 1 lakh ഇൻക്ലൂഡിങ് GST അക്കൗണ്ടിലോ? സന്തോഷമായി. ഇങ്ങനെ ചെയ്യുന്ന അപ്പൊ ഉറപ്പായിട്ട് കിട്ടത്തില്ല. ശരി തുടങ്ങാം. 1 ലാക്ക് കൊണ്ട് ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനെയാണോ? അങ്ങനല്ലേ? ഏയ് അല്ല 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 അല്ല. അയ്യോ, അല്ല. എന്താണ് അജണ്ട അത് പറ. അത് ഞാൻ എന്നിട്ട് വേണം തുടക്കണം വേണ്ട തീരുമാനിക്കാൻ. പൊതുവെ ട്രഷർ ഹണ്ട് എന്ന് പറയുമ്പോൾ എന്താ അല്ല ഇതാണ് ട്രഷർ. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് കണ്ടുപിടിക്കണ്ടല്ലോ, ഇതിപ്പോ നമ്മുടെ ഉണ്ടല്ലോ കഴിഞ്ഞല്ലോ പരിപാടി. ഇത് ഞാൻ ഒളിപ്പിച്ച് വെക്കും. ഓ ഇത് ഒളിപ്പിച്ച് വെക്കും. വെക്കും ഇതിലേക്ക് കണ്ടുപിടിച്ചു. ആ ഓക്കെ ഒളിപ്പിച്ച് വെക്കും. ഇല്ല യു കണ്ടിന്യൂ ഇത് ഒളിപ്പിച്ച് വെക്കും. ഇത് ഒളിപ്പിച്ച് വെക്കും. അപ്പൊ ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്നൊന്നും 1 ലക്ഷം രൂപ വരുമെന്നില്ല, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അത് കറക്റ്റ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ പറയുന്നത് നമ്മൾ 4 ടാസ്ക് തരും. ഓരോ ടാസ്ക് കഴിയുമ്പോഴും ഓരോ ക്ലൂ ഉണ്ടാവും. ആ ക്ലൂ ഒക്കെ കണ്ടുപിടിച്ച് ലാസ്റ്റ് നിങ്ങൾ ഈ 1 ലക്ഷം രൂപയിലെത്തും. ഇത് സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പപ്പടം കുത്തുന്ന സാധനം കൊണ്ട് നാക്കെ കുത്തി നടക്കാൻ അങ്ങനൊന്നും ഇല്ലല്ലോ. ആ ഓക്കെ അങ്ങനെ അല്ല ഈ വേണ ചെയ്യിച്ചോളെ 1 ലക്ഷം രൂപ കിട്ടുന്നല്ലേ ഒരു പപ്പടം 1 ലക്ഷം രൂപ കിട്ടുന്നതല്ലേ? ആ പിന്നെ യൂട്രസിന്റെ അവിടെ പോയി പപ്പടം കുത്ത സാധനം നാക്കെ കുത്തുക, പച്ചക്കറിയുടെ അവിടെ പോയിട്ട് 2 നാരങ്ങ എടുത്ത് വെക്കുക. ചെയ്യിച്ചളേ അറിയത്തില്ല, നമുക്ക് ചെയ്ത് കാണിക്കാൻ പറയാം. ഇന്ന് ദൊറോത്തി മതാമ പെടും. അങ്ങനെ ഇല്ല, റൂളിലേ ഇല്ല സാധനം. അങ്ങനൊന്നുമില്ല. ആദ്യം വർത്താനം പറഞ്ഞു ടാസ്ക് തരട്ടെ. ടാസ്ക് ഇന്ന് ഇടി വാങ്ങും. ഇന്ന് ഞങ്ങള് വൻ ഇടിയായിട്ടാ വന്നത്. അതുകൊണ്ട് ബാക്കി ഇന്ന് മൊത്തത്തിൽ ഇല്ല ഞാൻ ഇടി അതിനോട് അല്ല ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അല്ല കേട്ടില്ലേ ഇടിയാണോ? ഇന്ന് നമ്മൾ ഇടിയാണോ? അല്ല കേക്ക് മൊത്തത്തിൽ കേക്ക്. നമ്മൾ ഇന്ന് ഇവര് സാധാരണ 2 പേരായിട്ടാണ് മത്സരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ടാ വൈ കപ്പിൾ ഗോൾസ്. അപ്പൊ അത് നാട്ടുകാരുടെ മുമ്പേ ഓക്കെ ഓക്കെ റെഡി തുടങ്ങാം. അല്ല അതിന്റെ ആവശ്യമില്ല, നീ നടക്കുന്ന വായിച്ചോ. ഓക്കെ അപ്പൊ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ടവൽ ചലഞ്ച് ആണ്. ഓക്കെ ടവൽ ചലഞ്ച്. ടവൽ പ്ലീസ്. ഇത് തോർത്തല്ലേ? ഞാൻ അപർണ ചേച്ചി ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതെനിക്ക് ഓക്കെ ടവൽ. എന്താ ചെയ്യണ്ടേ? ഇത് അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും. ഇത് തലയിലിട്ട് ഓടണം, കണ്ടം വഴി ഓടണം. ഓക്കെ ഇങ്ങനെ പിടിച്ചു. അപമാനിക്കരുത്. ഓ സോറി ഇത് ഓക്കെ ഇത് ടവൽ കുളിക്കാം. അല്ല ടവൽ ഇവിടെ പറഞ്ഞ പ്രോപ്പർട്ടി അവമാനി സോപ്പ് ഇവിടെ ഉണ്ട് ഒരു പാക്കറ്റ്. ചിരിക്കല്ലേ. ഇങ്ങനെ പിടിക്കുക രണ്ടുപേരും. ഇങ്ങനെ ടവൽ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മളിത് ലോക്ക് ചെയ്യാൻ പോവാ. അതെങ്ങനെയാ? ജീവച്ചേന്റെ കൈ ഇങ്ങനെ വെക്കൂ, എന്നിട്ട് അറ്റം പിടിക്കൂ, പിടിക്കൂ, പിടിച്ചു. ഇപ്പൊ നിങ്ങൾ ലോക്കായി. ഇപ്പൊ നമ്മൾ ലോക്കായി. 8 വർഷം മുമ്പേ ലോക്കായി. ഇനി ലോക്ക് അഴിക്കാന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ. പക്ഷെ ഈ കൈ വിടാൻ പാടില്ല. അതല്ലേ ടാസ്ക് ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ലേ. അപ്പൊ ഇങ്ങനെ ഞാൻ നിക്കാം. ഓക്കെ അപ്പൊ കൈ വിടാതെ ഇത് ലോക്ക് അഴിച്ച് തിരിച്ചു വരണം. എന്തുകൊണ്ട് മോളെ വിശേഷം? എന്തുകൊണ്ട് സുഖമാണോ നിനക്ക്? എന്താ ഇത്? ജാക്ക് ആൻഡ് റോസിലെ കൊള്ളാം. ഇനി നമുക്ക് ഡാൻസ് കളിക്കാം. ഇല്ലടാ ഞാൻ വിചാരിച്ച പരിപാടി നടക്കുന്നില്ല. ഒരു സെക്കൻഡ് ഇപ്പൊ പെട്ട് നീ എങ്ങനെ പൊങ്ങും? ഈ കാലമൊക്കെ ഒരു മിനിറ്റ്. ഇത് ഏത് കോളേജിലാ ചെയ്തത്? ഇത് ഞാൻ പണ്ടൊരു കോളേജ് ചെയ്തതാ. പക്ഷെ അത് വേറൊരു പയ്യൻ, അവനാണ് അയച്ചത്, ഞാനല്ല, അവനാണ്. ഞാൻ എങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞാൽ മതി. ഇല്ല ഇനി ഞാൻ ട്രൈ ചെയ്തു, ഞാൻ ഫെയിലായി. ഇനി ഞാൻ പണ്ട് എനിക്ക് ലോക്കായി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര തവണ ലോക്കായിട്ടുണ്ടെന്ന് അറിയാം. ഈ ടാസ്ക് കൊണ്ടുവന്നവൻ ഇത് അഴിക്കണം. ഇത് കൊണ്ടുവന്നവന്റെ തലയില് ബേക്കറിയുടെ എന്തെങ്കിലും. ഓക്കെ റെഡി. ഇത് തന്നെയല്ലേ ഞാൻ കാണിച്ചത്. അങ്ങനെ നിന്നോ, ഇങ്ങനെ നിന്നോ. കൊള്ളാം, നല്ല സുഖം. വേണ്ട, ഇത് ചിലപ്പോ വിട്ടിട്ട് ഞങ്ങൾ ഓടും. എന്തൊരു സ്നേഹം. സുഖാണോ?
ഇതൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ. അതല്ല താഴോട്ട് പോകും. ഞാനാ നമ്മൾ രണ്ട് താഴോട്ട് എടാ അയച്ചടാ ഇങ്ങനെ സാധനം അവർക്കറിയില്ല അതുകൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു പാറു. എക്സ്പ്രഷൻ ഞാൻ കണ്ട് താഴെ കൈ വിട്ടില്ലേ വിട്ടിട്ടില്ല വെരി സിമ്പിൾ. ഫസ്റ്റ് ടാസ്ക് ജയിച്ചില്ലേ? ടൈം പോകുന്നതിന് മുന്നേ അടുത്ത ടാസ്ക് വരൂ. ജയിച്ചു. ഞാൻ ഈ ഔട്ട് വീണ്ടും കാണുമ്പോ ജീവചാൻ എങ്ങനെ പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ വിളിച്ചിട്ട് കണ്ടോ ബാക്കി ജയിച്ചില്ലേ? ജയിച്ചു. കൂടുതലൊന്നും പറയാനില്ല. ജയിച്ചു. എത്ര മടി കുട്ടിക്ക്. അമ്പയറിന്റെ തീരുമാനം അന്തിമ. ജയിച്ചോ? ജയിച്ചു. പാറ പറഞ്ഞു ജയിച്ചു. അപ്പൊ ഞങ്ങള് ജയിച്ചു. അടുത്ത നിങ്ങൾ പറഞ്ഞു ഇവരും പറഞ്ഞു ജയിച്ചു. ഞാൻ പിന്നെ ശരി ജയിച്ചു. ഓക്കെ ജയിച്ചു. ജയിച്ചു. ഇല്ല നോ കള്ളക്കളി. ഇല്ലല്ലോ. നെവർ ഇൻ മൈ ലൈഫ്. കള്ളക്കളി എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ ഞാൻ വേണ്ടുന്നില്ല. കഴിഞ്ഞു. എത്തിക്സ് വിട്ട് നമുക്കൊരു കളിയില്ല. അതാണ്. അതൊക്കെ സാധനം. ഇതാണ് നീ നേരത്തെ പറഞ്ഞ പാട്ട്. നന്നായി അപ്പൊ പാടാൻ. ഇനി എന്താ? ചവൽ കഴിഞ്ഞു. ഒന്നിച്ചോ? നമ്മുടെ നിപ്പ് കൊള്ളായിരുന്നല്ലേ? സാധാരണ ഞങ്ങൾ ട്രഷർ ഹണ്ട് ചെയ്യുമ്പോ രണ്ട് ടീമായിട്ട് നിങ്ങൾ ഒന്നിച്ച് വിടുന്നത്. രണ്ടുപേരും ഇങ്ങനെ സ്പ്രെഡ് ആയി പോകുന്നത് എപ്പോഴും ഒന്നിച്ച് അത് ഞങ്ങൾ കപ്പിൾ ആയതുകൊണ്ടാണോ? ഒന്നുമില്ല, ക്യാമറ ഇല്ലാത്തോണ്ടാ രണ്ടുപേരെ പുറകിന്. ഓക്കെ ഫസ്റ്റ് ക്ലൂ ശ്രദ്ധിച്ച് കേൾക്കാം. ശരി. ഞാൻ അവിടെ രണ്ട് പിള്ളേരെ നോക്കിയതാ. ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എപ്പോൾ കരഞ്ഞാലും ആളുകൾ ഓടി വന്നെടുക്കും, പക്ഷേ ഞാൻ കുട്ടിയല്ല. ആരാണ് ഞാൻ? അത് എവളാന്ന് തോന്നുന്നു. ഇവളിപ്പോ ഒന്ന് കരഞ്ഞു നോക്കി. ഒരു 10 പിള്ളേരെ ഒരു ഓടി വന്നെടുക്കാൻ. ഞാൻ എപ്പോ കരഞ്ഞാലും ആളുകൾ കുക്കർ. പക്ഷെ അതൊരു തരം കരച്ചിലാണ്. കുക്കറല്ല, അല്ല സവാളയല്ല. സവാള എപ്പോൾ കരഞ്ഞാലും ആളുകൾ ഓടി വന്നെടുക്കും, പക്ഷെ ഞാൻ കുട്ടിയല്ല. ആരാണ് ഞാൻ? ഫോൺ. താങ്ക് യു. ഫോൺ കരയോ? ഫോൺ ഇവിടെ ഉണ്ടോ? അവിടെ ക്ലൂ ഇരിപ്പുണ്ട്. ഫോൺ എവിടെ? എടാ എന്റെ ഫോൺ തന്നെ. പിന്നെ ഇവിടെ ഒരു ഫോണിന്റെ അവിടെ ഇങ്ങനത്തെ ഒരു ക്ലൂ നമ്മൾ ഫോൺ. നമ്മുടെ ഫോൺ മൊത്തം പറഞ്ഞു തന്നിട്ട് ജീവച്ചേട്ടൻ. അല്ല നമ്മുടെ ഫോൺ എവിടെ ഇരിക്കുന്നു? എടാ നമ്മുടെ ഫോൺ അല്ലടാ മണ്ട. ഇവിടെ വേറെ ഫോൺ ഉണ്ടോ? ഇവിടെ വേറെ ഫോൺ ഉണ്ട്. അവിടെ ഫോൺ അല്ല. മനസ്സിലായി. ചോദിക്ക് ഫോൺ എവിടെ ഇരിക്കുന്നത്? ചേച്ചി ഫോൺ എവിടെ ഇരിക്കുന്നത്? ചേച്ചിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നു. ആ ഫോൺ അല്ലേ? ഇവിടെ ഫോൺ ഉണ്ട് റിസപ്ഷനില്. അല്ല ക്യാഷ് കൗണ്ടർ എവിടെ ചേച്ചി? ക്യാഷ് കൗണ്ടർ അല്ല, ക്യാഷ് കൗണ്ടറിലല്ല. ചേച്ചി മുന്നേ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയാം? കണ്ടോ, ഇതല്ലേ ക്യാഷ് കൗണ്ടർ ചേട്ടാ. ഇവിടെ ഫോൺ ഉണ്ടോ? ഫോൺ എവിടെ ഇരിക്കുന്നത്? ഫോൺ മേലെയോ? ഇവിടെ എങ്ങും ഫോണില്ല. ഫസ്റ്റ് ഫ്ലോറിലാണോ? അല്ല ഫസ്റ്റ് ഫ്ലോറിൽ പോ. ആരാ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്? ഞാനല്ല പറഞ്ഞത്. അല്ലേ? അല്ല. എന്താ ഇങ്ങനെ ഒരുമാതിരി അസംബ്ലിക്ക് പോണോ പോലെ? അത് കൊള്ളായിരുന്നു. ഇവിടെ എവിടെയാ? കുട്ടിക്ക് അറിയാട്ടോ ക്ലൂ എവിടെയാന്ന്. ഫോൺ എവിടെയാ ചേച്ചി? ഫോൺ എവിടെ? അനങ്ങി നടക്ക് വയ്യ രണ്ടുപേർക്കും. ഞങ്ങൾ ഇവിടെ ക്യാമറ ജംഗ്ഷനിലാണല്ലോ. ഫോൺ. ഹായ്, ഫോൺ ഉണ്ടോ? വില കൂടിയോ? എന്നാ ഒരു ഫോൺ എടുത്തോ. എവിടെ ഫോൺ? ഫോണല്ല, ഫോണിന്റെ അടുത്തൊരു ക്ലൂ ഉണ്ടോ? അത് ചോദിക്കരുത്, കണ്ടുപിടിക്കേ. നിങ്ങൾ അകത്ത് കയറാമോ?
ഇവിടെ അതേ ഇരിക്കുന്ന ഫോൺ ദേക്കളൂ. ആ ക്ലൂവിന്റെ കൂടെ ഫോണും കൂടെ തന്ന അല്ലല്ല അതവിടെ മൈൽ സ്റ്റോൺ ഒരുപാട്. ഓക്കെ ഇതെനിക്ക് കറക്റ്റ് അതന്നെ ഇതെനിക്ക് അത് നിനക്ക്. വേറൊരു ഗിഫ്റ്റ് ഉണ്ട് അതവിടെ വെച്ചിട്ട് ക്ലൂ വായിക്കട്ടെ. ക്ലൂ അതിനകത്തില്ല അതെന്റെ അതിനകത്തൊരു പേര് കിട്ടി. ശ്രുതി. ശ്രുതി. ആരാ ശ്രുതി? ആരാ ശ്രുതി? അത് ഇവന്മാരാരുടെ എഴുതിയെന്ന് തോന്നുന്നു. ഞാൻ പറയട്ടെ ഇത് എന്റെ പ്രൊഡ്യൂസറിന്റെ കയ്യിലായിരുന്നു ഈ കാർഡെല്ലാം. ചോദിച്ചോ പ്രൊഡ്യൂസറിന്റെ അടുത്ത്. എവിടെ ശ്രുതി? ആരാ ശ്രുതിയിലാണോ? ശ്രുതി. ഓ ശ്രുതി മോളെ ശ്രുതി. വാ അടുത്ത ടാസ്ക് തരാം. ഇനി നമ്മൾ താഴെ പോണം. ഇനി താഴെ പോണോ? നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകൂടെ? ഇല്ല ഞാൻ ജിമ്മിൽ പോലും ഇത്ര നടക്കാറില്ല കേട്ടോ. ഞാൻ ഫോൺ വെച്ചിട്ടുണ്ടോ? നീ പോകുമ്പോ കള്ളാന്ന് വിളിക്കല്ലേ? അത് പുറത്തിറങ്ങുമ്പോ ഇവിടെ ചിലപ്പോ കീക്കി അടിക്കുമായിരിക്കും. ഇതിലല്ലേ പോകുന്നത്? പക്ഷേ കൈ പുറകിലെന്താ? ഒന്നുമില്ല. താഴോട്ടല്ലേ? വിളെ കൊണ്ട് പണിയെടുക്ക് പെണ്ണെ. ഇവിടെ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വീഴും. കിറ്റ്കാറ്റിന്റെ അടുത്ത് പോവാം. അല്ല നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഇതിലെനിക്ക് തോന്നുന്നു അപർണ ചേച്ചി ആയിരിക്കും കുറച്ചുകൂടെ പണി എടുക്കേണ്ടി വരാ. ഇതോ? ഇനി തരാൻ പോകുന്ന ടാസ്കില് അതങ്ങനെയാ. ഓക്കേ, ഇത് വെച്ച് പാറുവിനെ ഇടിക്കാം. ആദ്യം ഇടിച്ച് അത് വേഗം ഈ ഇത്രയും മേളിലേക്ക് ഞാൻ, ഇതിന്റെ താഴേക്ക് നീ ഇടിച്ച്. അല്ലല്ല, ഇത് വെച്ച് പാറുവിനെ ഇടിക്കണം. ആദ്യം രണ്ടുപേരും ഇട്, എന്നിട്ട് ഞാൻ ടാസ്ക് തരാം. അരയ്ക്ക് മേളിലേക്ക് ഞാൻ, അതിന്റെ താഴേക്ക് അമ്മ. സഹായിക്കണോ ഞാൻ? ഭയങ്കര ടൈറ്റ്. ഇതൊന്നും പിടിക്കാവോ? ഈ ബോളോ സെറ്റ്. ഇത് വളഞ്ഞിരിക്കുന്ന കൈയൊക്കെ വളഞ്ഞു പോകും. അങ്ങനെ ബോക്സിംഗ് അങ്ങനല്ലേ? ഓ ജീവചാണി ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഒരമതില്ലേ? അല്ല രണ്ടെണ്ണം കേട്ടോ. ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ബോക്സറായിരുന്നു. ഞാൻ കല്യാണം പഠിച്ച് ഗുണ്ടാ ടീമിലൊക്കെ ഉണ്ടായിരുന്നോ? ഗുണ്ടാ ടീമിലൊക്കെ ഉണ്ടായിരുന്നോ? ജില്ലാ ടീമിലുണ്ടായിരുന്നു. ഓക്കേ റെഡി. ഇതൊന്ന് ടൈറ്റ് ചെയ്തോ. മതി അത്ര മതി. ഞാൻ എന്റെ വീട്ടിൽ പോലും ഇങ്ങനെ പണിയെടുത്തിട്ടില്ല. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ നല്ല പേരുണ്ടാ. എടാ ഒന്ന് നോക്കട്ടെ രണ്ടുപേരും ഫൈറ്റ് ചെയ്തേ. എന്നല്ല അങ്ങോട്ട് നടക്ക്. ഇത്ര നേരം നടക്കായിരുന്നില്ല ഇവിടെ. ഞാൻ റെഫറി ആണേ. ഞാൻ ഇങ്ങനെ ഇടിക്കുമ്പോൾ ചിലപ്പോൾ കൊള്ളും കേട്ടോ. ഇല്ല റെഡി 1 2 3 സ്റ്റാർട്ട്. ഇപ്പൊ വേണ്ട, ലാസ്റ്റ് ഇത് കഴിയുമ്പോ അബദ്ധത്തിൽ ഞാൻ ഒരെണ്ണം കൊടുക്കാം. 1 2 3. കൊള്ളാം മതി. നീ ടാസ്ക് തരട്ടെ. അടുത്ത പ്രോപ്പർട്ടി തരൂ. ഇത് വെച്ചിട്ടാണ് പ്രോപ്പർട്ടി എടുക്കാൻ പോണേ. നീ ഇച്ചിരി ടഫ് ടാസ്ക് ആവശ്യത ചെയ്യണം. എടാ നീ അതിന്റെ ഉള്ളിൽ കേറിയിരിക്കണം, ഞാൻ നിന്നെ തള്ളണം. മിക്കവാറും കലക്കും. ഇതിന്റെ പോക്ക് കാണുമ്പോ നമുക്ക് മനസ്സിലായിരിക്കണം. ഇപ്പൊ ഞാൻ എന്താ പൊട്ടനാ? നിങ്ങൾക്ക് അതാണോ രസകല്ലേ? ഇത് ആരുടെയോ കൂടെ കളിച്ചിട്ടുണ്ടോ? ജീവ ചാട്. ഇതെനിക്കൊന്ന് കോളേജിൽ കളിച്ചിട്ടുണ്ടോ? ഞാനത് കയറോ? അതല്ലേ ടാസ്ക്. Jump into the സാധനത്തിന് പറയണേ trolley. Jump into the trolley. Jump into the trolley. Yeah. And push. Yeah. I'll push, not you. She will push. Yeah. അമ്മേ. ഓ നല്ല വെയിറ്റ് ഉണ്ടല്ലോ കാണുന്ന പോലെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നീ ഇങ്ങനെ ഇരുന്ന് നിനക്ക് ബുദ്ധിമുട്ടല്ലടാ. ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചാൽ തള്ളി മറേണ്ട റോഡിലോട്ട് വിടല്ലേ? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല രസമുണ്ട് കാണാൻ. ഓ ഇങ്ങനെ ഇരുന്നിട്ട് ബാക്കിൽ കൂടെ ഇടിക്കണം. അല്ല സാമ്പാർ ഉണ്ടാക്കാൻ അറിയോ? സാമ്പാർ ഇല്ലല്ല അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം സാമ്പാർ ഉണ്ടാക്കാൻ. അയ്യോ സാമ്പാർ ഉണ്ടാക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഫേക്കായിട്ട് തോന്നിയില്ല. അല്ലല്ല സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഇത് ഊരിക്കോ നിങ്ങള്. വേണ്ട സാമ്പാർ ഉണ്ടാക്കണല്ല, സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സാമ്പാറിന്റെ കഷ്ണങ്ങളൊന്നും പറഞ്ഞു തരണ്ട. സാമ്പാർ കിറ്റ് എന്ന് പറഞ്ഞപ്പോ ഒരു സാധനം ഉണ്ട്. ആ സാമ്പാർ കിറ്റ് മേടിച്ചിടുക, ഒരു സാമ്പാർ പൊടിയും മേടിച്ചിടുക, അത്രേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ അപ്പുറത്തെ ജംഗ്ഷനിലോട്ട് 20 രൂപയ്ക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങൾ മാറ്റി കിട്ടും. പണ്ട് കുട്ട നീ ഇതുവരെ പണ്ടൊന്നും ബസ് കയറിയില്ല. പണ്ടാണ് സാമ്പാർ പച്ചക്കറി സെപ്പറേറ്റ് വാങ്ങിക്കുക. Now we live in 2023. സാമ്പാർ കിറ്റ് available for 50 rupees only. With all the പച്ചക്കറീസ്. With all the പച്ചക്കറീസ്. Oh my god, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാട്ടെ റോളിൽ ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എടാ
ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടെ, നീ ഇങ്ങനെ ഇരുന്നിട്ട് കാല് വെളിയിലേക്ക് ഇടാ. കലക്കും. എന്നിട്ട് അടുത്ത തമ്മിലൂടെ ഞാൻ കൊടുക്കാം. എന്തെന്നാ അല്ലേ തന്നെ ഇപ്പൊ തമ്മിൽ കൊടുത്തേക്ക. ട്രോളിൽ കയറി ജീവ ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഒന്നും ഞെട്ടും. വേഗം ആവട്ടെ, സാമ്പാർ ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാ. ചേച്ചി കൊണ്ടുപോവാ. ജീവചേട്ടൻ ഈ കൈ വെച്ച് ഈ സാധനം ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ടാസ്ക്. അതാണ് ടാസ്ക്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ആദ്യം വേണ്ടത് പച്ചക്കറികളാണ് ഷീട്ടോ. എന്നെ പച്ചക്കറി സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പച്ചക്കറി പ്ലീസ്. രാജാതിരാജൻ. ഹോണടിക്ക് ഹോണടിക്ക്. എങ്ങനെയുണ്ട് ജീവച്ചേട്ടാ റൈഡ്? നല്ല രസമുണ്ട്. എനിക്ക് സ്പീഡ് പേടിയുണ്ടേ. അതെ പച്ചക്കറി. എടാ പക്ഷെ ഇവിടെ ഇല്ലടാ. ചേച്ചി ചേച്ചി സാമ്പാർ കിറ്റ് ഉണ്ടോ? സാമ്പാർ കിറ്റ് ഉണ്ടോ? കിറ്റ് ആയിട്ടില്ല. അശോ, ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറഞ്ഞതല്ലേ? അല്ല അല്ല അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിനക്ക് എടുത്തു തരാം. അല്ലല്ല, ജീവചേട്ടൻ വേണം എടുക്കാൻ. അത് കണ്ടോ, സാമ്പാർ കിറ്റ് അല്ല. കുറെ സാധനമുണ്ട്, ഇത് നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. വെണ്ടയ്ക്ക് എടുത്തോ. ജീവചേട്ടനെ എടുക്കണ്ടേ? ജീവചേട്ടൻ ഞാൻ എടുത്തു കൊടുക്കും. വെണ്ടയ്ക്ക എന്റെ കയ്യിലോട്ട് തടാ പന്നെ. വഴുതനങ്ങ ഞാൻ എടുത്തു. തക്കാളി. എന്തൊക്കെയാ സാമ്പാറിൽ വരാ? തക്കാളി, മുരിങ്ങയ്ക്ക. അതെവിടെ ഇല്ലടോ? അയ്യേ, നീ അവിടെ ഇരുന്നോ? ഞാൻ കിട്ടി. ട്രോളി കൊണ്ടുപോകണം. എവിടെ പോയാലും ട്രോളി കൊണ്ടുപോകണം. ഏയ്, ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ ട്രോളി ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാറുണ്ട്. മുരിങ്ങയ്ക്ക. അയ്യോ, താഴെ പോയി. അയ്യോ, അയ്യോ ചേച്ചി, രണ്ടെണ്ണം താഴെ പോയി. അയ്യോ, അതെന്താണ്? പിന്നെ ഇത്രയും മതിയാ? ഉരുളക്കിഴങ്ങ് ഇടുവോ? വേറെന്താ? ഉള്ളി മതി. എന്റെ സാമ്പാറിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ സാമ്പാർ. ചേച്ചി വേറെന്തൊക്കെയാ സാമ്പാറിലിടാ? ഉള്ളി. അത് ഉള്ളി സാമ്പാറിലാ ഉള്ളി ഇടാ. അപ്പൊ ഇതിലിടില്ല. ഇത് നോർമൽ സാമ്പാർ. പാവപ്പെട്ട വീട്ടിലെ സാമ്പാർ. വേപ്പില ഇടുവാടാ? വേപ്പില ഇടും. കറിവേപ്പില. അയ്യോ, മല്ലിയില. ഇടും സാമ്പാർ. എടുത്തു. പോട്ടെ. ഇത്രയും ക്യാബേജ് ഇടില്ലല്ലോ സാമ്പാറിൽ? വേണ്ട, ക്യാബേജ് നമ്മുടെ സാമ്പാറിൽ വേണ്ട. സാമ്പാർ പറഞ്ഞു കൊടുക്ക, വേറെ എന്തൊക്കെയാ വേണ്ടേന്ന്. ഒരു വഴുതനങ്ങയും കൂടി ഇട്ടേക്കാം. അപ്പൊ ആദ്യം എടുത്തത് എന്താ ജീവച്ചേട്ടാ? അത് എടുത്ത വഴുതനങ്ങ അല്ല, ഇത് വേറെ വഴുതനങ്ങ. എന്റെ സാമ്പാർ പച്ചക്ക. പച്ചക്ക. അതാരാ പറഞ്ഞത്? ഞാൻ തന്നെ. ഇവിടെ ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് തരം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വഴുതനങ്ങ കൊണ്ടുവരുന്നല്ലോ, ക്യാരറ്റ്. ഒരു വഴുതനങ്ങ. അത്രേ ഉള്ളൂ. ഉള്ളി ഇടില്ലേ ചേട്ടാ? ഇത് ഇങ്ങനെ ഇരിക്കണേ. ഒരു മിനിറ്റ്. ചരിക്കോ. സുഖായോ? കഴിഞ്ഞില്ല. ഇപ്പൊ വരാം. ട്രോളി കൊണ്ടുപോണം. ഇതിനാരും കൊണ്ടുപോകും. പിന്നെ അതിനിപ്പോ കൊണ്ടുവരും. അത് വേണ്ടേ? എന്നെ സൂപ്പർ മാർക്കറ്റിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ നോക്കി. ചാനലൊക്കെ കാണുന്നത് ചാടയുള്ളൂ. ആ എറണാകുളത്തെ സൂപ്പർ മാർക്കറ്റിൽ ട്രോളി കയറി നടക്കുക. സാമ്പാർ റെഡി. ഇനി കഷ്ണം മാത്രം മതിയോ? പൊടി. മിനറൽസ് ആൻഡ് മെറ്റൽസ് അല്ലല്ലോ. കിട്ടി. ട്രോളിങ് കൊണ്ടോ? ഇതിനെ കൊണ്ടോക്കോ. ഇതിനിവിടെ ഇരുത്തിയാൽ ശരിയാവില്ല. റിവേഴ്സിൽ പോവാണ്. അൽ റൈഡർ. അതല്ല നല്ലത്. ഇത് ചെയ്താലേ വീട്ടിലേക്ക് കഞ്ഞി വാങ്ങിക്കാൻ പറ്റും. ഇനി എന്താ വേണ്ടേ? മതിയോ സാമ്പാറിന്? മതി. ഇതില് ഉപ്പ് മുളക് എല്ലാം മിക്സാ. എന്നാ ബില്ല് ചെയ്തോ. ബില്ല് ചെയ്യണോ? ബില്ലൊക്കെ നിങ്ങളല്ലേ ചെയ്യണേ? ചേട്ടാ ബില്ലുണ്ടോ? ചേച്ചി ഞാനിങ്ങനെയാണോ പോകാൻ പോന്നെ? ഇനി നമുക്ക് പയ്യെ പോവാം. ബില്ലിങ്ങിലേക്ക് ചേട്ടാ പാട്ടൊക്കെ പക്ഷെ ഉണ്ടല്ലോ, അപർണ ചേച്ചി പ്രോ ആയിട്ടോ, നല്ല സൂപ്പർ ആയിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ ഞാനാണ് അതിലും വലിയ. ഇനി എന്തെങ്കിലുമൊക്കെ വേണോ? വേണ്ട. വേണ്ട. പരിപ്പ്. അയ്യോ, മെയിൻ സാധനം അതായിരുന്നു.
അറിയത്തില്ലായിരുന്നു അല്ലേ ഷിറ്റു ഞാനിവിടെ വെയിറ്റ് ഞാൻ എങ്ങനെ എടുക്കൂടാ ഇതെങ്ങനെ എടുത്ത് തന്നെ പോകും വേണ്ട പാക്കറ്റിലെ പരിപ്പ് കിട്ടും പാക്കറ്റിലെ പരിപ്പാ പാക്കറ്റിലെ പരിപ്പാ കുറച്ച് ഹെൽപ്പ് ഒക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എവിടെ അവിടെ ഉണ്ടാ ഇതെന്താണ് അടങ്ങിയിരിക്കവിടെ? അയ്യോ ഭഗവാൻ. അതാണ് ചേച്ചി നല്ല കെയറിങ് വൈഫാ, നല്ല കെയർ ചെയ്താ കൊണ്ടുപോന്നെ. എന്റെ മാനെ കപ്പല് പരിപ്പ് എവിടെ? ഫാൻസിനെ കണ്ട് ചാറ്റ് പറഞ്ഞു. ഓക്കെ വയ്യാത്ത കുട്ടിയാ. ഇതല്ലടാ ഇത് എനിക്ക് ബംഗാൾ ഗ്രാം കിട്ടുമോ? എന്തോന്ന്? ബംഗാൾ സാമ്പാർ പരിപ്പ്. തന്നോ. ഓക്കെ ഇനി എന്താ ചെയ്യണം? ഇനി നമുക്ക് ബില്ല് ചെയ്യാം. ജീവ ഇറങ്ങിക്കോ, ബില്ല് ചെയ്യാം. റെസ്റ്റ് എടുക്കണം. ഓക്കെ, You deserve this, Jeeva, for what you did to me. Okay? You deserve this. ഓക്കെ, ബില്ലിങ്ങിന്റെ അവിടെ കൊണ്ടുപോയി ഈ സാധനത്തിനങ്ങ് ഇറക്കിക്കോ. ഞാൻ സൂപ്പർ മാർക്കറ്റ് കാണാൻ വന്ന. ഞാൻ വേണേ ഹെൽപ്പ് ചെയ്യാൻ. എത്താറായി നമ്മള്. ഹലോ ഇത് തന്നെ വേണം. ഇത് തന്നെ വേണം. നീ അനുഭവിക്കണം, നീ അനുഭവിക്കണം. ഹലോ ഞാനിങ്ങനെ വീട്ടിലൊക്കെ ട്രോളി. അയ്യോ അതല്ലേ ബിൽ കൗണ്ടർ. പക്ഷെ ഞാനൊന്നും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇരുന്നിട്ടില്ല. അതൊരു ഭാഗ്യം. അതാ, അത് ഭാര്യ ഉന്തിക്കൊണ്ട് പോകുന്നു, ഭർത്താവ് ട്രോളിയിലിരിക്കുന്നു, നമ്മള് അവളെ ഉന്തുന്നു. സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് ഒരു കളറിംഗ് ബുക്ക് മേടിച്ചേ. ക്രാഷ് ലാൻഡ് ചെയ്ത് ഞാൻ എത്തി കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ബില്ല് ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഇതിനെയും കൂടെ ബില്ല് ചെയ്തോ. ഇറക്കി കിട്ടോ? ഓക്കെ ഓക്കെ. താങ്ക് യു. അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇത് മനഃപൂർവ്വം ചെയ്തതാ. ഇത് മനഃപൂർവ്വം ചെയ്തതാ. കണ്ടോ അപർണ ചേച്ചി അതൊക്കെ ഊരി വെച്ചാ. അപർണ ചേച്ചി എന്നോട് സ്നേഹമുണ്ട്. നീ അനുഭവിക്കണം. നീ ചെയ്യുന്ന ഓരോ പാപത്തിനും നീ അനുഭവിക്കണം. ഇനി അടുത്ത ഇത് ഒരിക്കോ ഇനി ഇല്ലെങ്കിൽ ഇത് അധികം നേരിട്ടോ ശരിയാവില്ല. വേഗം ഊരി കൊടുക്ക്. ഓ വാ ഇവിടെ വാ. അടുത്ത ടാസ്ക് എളുപ്പം. ഇനി ഇവിടെ നിന്ന് തന്നെ ചെയ്താൽ മതി. ഓക്കെ പറയട്ടെ. വെള്ളം തരാം. ഓക്കെ. ചുവന്ന കുപ്പായത്തിനുള്ളിൽ ചോരക്കണ്ണന്മാർ. ചുവന്ന കുപ്പായത്തിൽ ചോരക്കണ്ണന്മാർ. സോസിനകത്ത് ഇനി കുരുമുളക് വല്ലതും വേണോ? ടൊമാറ്റോ കെച്ചപ്പ് അല്ല. തക്കാളി അല്ല. ചുവന്ന കുപ്പായത്തിനുള്ളിൽ ചോരക്കണ്ണന്മാർ. ചോക്ലേറ്റ്. അതെങ്ങനെയാ? അതെന്താ? ചോക്ലേറ്റ് അറിയില്ല നിനക്ക്? ചുവന്ന കുപ്പായത്തിൽ ചോരക്കണ്ണന്മാർ. ആലോചിക്കാം. നോർമൽ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ചുവന്ന കുപ്പായത്തിൽ ചോരക്കണ്ണന്മാർ. തണുത്തത് വേണ്ട. ഇല്ല കുഴപ്പമില്ല. ചുവന്ന കുപ്പായത്തിൽ ചോരക്കണ്ണന്മാർ. പറഞ്ഞ ചേച്ചി ഇതിനെ ഉന്തി വിഷമിച്ചു പാവം. വെള്ളം വേണോ? കഴിയട്ടെ, ഞാൻ ആലോചിക്കട്ടെ. ചുവന്ന കുപ്പായത്തിൽ ചോരക്കണ്ണന്മാർ. അതന്നെ മറ്റേ അല്ല, റെഡ് കളർ പാക്കറ്റ് ആയിരിക്കണ്ടേ? റെഡ് ആണ്. അതിന്റെ ഉള്ളിലും ഭയങ്കര റെഡ് ആണ്. തീപ്പെട്ടി. എടാ ഫ്രൂട്ടടാ. തീപ്പെട്ടി. അതെങ്ങനെയാ വാട്ടർമെലൺ. വാട്ടർമെലൺ പച്ചയാണല്ലേ? ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആണോ? അല്ല, ഫ്രൂട്ട് ആണോ? തക്കാളിയല്ലേ? അല്ല, ഫ്രൂട്ട്. ചുവന്ന കുപ്പായത്തിൽ ചോരക്കണ്ണന്മാർ. ഫ്രൂട്ട്. ചുവന്ന ഫ്രൂട്ട് ഏതാ? സ്ട്രോബെറി. അല്ല. സ്ട്രോബെറി ഫ്രൂട്ട് ആണ്. സ്ട്രോബെറി, ചെറി, തക്കാളി, ടൊമാറ്റോസ് ഫ്രൂട്ട്. ഇവിടെ വെജിറ്റബിൾ ആണെന്ന് എഴുതി ഞാൻ ഒന്ന് പറഞ്ഞു. അത് വിട്. ചേട്ടൻ അറിയായിരുന്നു. ഓറഞ്ച് ഫ്രൂട്ട് ഓറഞ്ച് കളറിലിരിക്കുക. ആപ്പിൾ. പക്ഷെ ആപ്പിൾ അത് ചോരക്കണ്ണൻ ഇവിടെ. നിങ്ങൾ അടുത്തെത്തി, ഏകദേശം അടുത്തെത്തി. അതന്നെ, ഓടിക്കോ. സംഭവം കറക്റ്റ് അല്ലേ? ഞാൻ എനിക്ക് അറിയാവുന്ന ഫ്രൂട്ട് വെച്ചലക്കി.
മാതള നാരങ്ങ. അത് തന്നെ, അത് ഹിന്ദിയിൽ പറഞ്ഞതാ. അനാർ. അനാർ. ഓടിക്കോ. ആ മനസ്സിലെവിടെ? അനാർ. അനാർ. ഇത് നോക്ക്, ഇതാണ് അനാർ. പോമിഗ്രാനൈറ്റ്. പുള്ളി ഹിന്ദിയിൽ പറഞ്ഞതാ. അനാർ. ഹിന്ദി. ഇതൊക്കെയാണ് ചുവന്ന സാധനത്തിന്റെ ഉള്ളിൽ. ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണ്ടേ ജീവച്ചേട്ടാ? ചുവന്ന സാധനം. ഇതിപ്പോ നമ്മൾ എടുക്കണോ? അതിന്റെ ഉള്ളിൽ ക്ലൂ ഉണ്ട്. ക്ലൂ ഇട്ടാ? ഞാനാട്ടോ. പക്ഷെ എനിക്ക് ക്ലൂ വായിക്കണം. ആ ക്ലൂ കണ്ടു. അടുത്ത മഞ്ജു. ശ്രുതി, ഇപ്പൊ മഞ്ജു. ഇതിനകത്തൊന്നുമില്ല. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ പെണ്ണുങ്ങളുടെ പേരൊക്കെ ഇവരെ എഴുതി വെക്കുന്നേ. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. നമുക്ക് പോവാന്നാ. ഇനി അടുത്ത ടാസ്ക് മേളില. അപ്പൊ നമ്മൾ എങ്ങനെ പോകും മേളിലേക്ക്? എങ്ങനെ പോകണം ചോദിച്ചാൽ മതിയോ? അത് നമ്മൾ ഒരുമിച്ചാണ്. 1 2 3 ഓ, നമ്മളിത് എവിടെയാ? ഒത്തിരി നേരം തോന്നുന്നു നമ്മള് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അതെ, ഈ ടിവിയുടെ കറക്റ്റ് നടുക്ക് ഓട്ടയിടണം. അതല്ല, അല്ല ഇവിടുന്ന് പുറത്താവും. ടാസ്ക് പേരിട്ടെ. ഓക്കെ, സംഘഗാനം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പാടണം. സംഘഗാനം ഒറ്റയ്ക്ക് പാടണം. ഓക്കെ, എങ്ങനെയാണ്? വാവ്, ഗോൾഡൻ മൈക്ക്. മൈ ഗോഡ്, ഞാൻ പാടുന്നത് ഈ സൂപ്പർ മാർക്കറ്റ് മുഴുവൻ കേക്കോ? ഇല്ല, ഞാൻ മാത്രം കേൾക്കുള്ളൂ. ഞാൻ പാടത്തില്ലല്ലോ. ചെക്ക് മൈക്ക് ചെക്ക് ചെയ്ത് വേണ്ടേ? ഹലോ. ആ, ഓക്കെ. ഓക്കെ, അപ്പൊ സംഘഗാനം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാടാൻ പോവാണ്. ഓക്കെ, ഇഷ്ടമുള്ള പാട്ട്. ഇഷ്ടമുള്ള പാട്ട് പറയണ. പ്രമദവനം പറയല്ലേ? നിങ്ങൾ എന്തോരം പാട്ടൊക്കെയാ യൂട്യൂബ് ചാനലിൽ പാടുന്നത്? പിന്നെ ഏത് പാട്ട് വേണം? നിനക്ക് ഇഷ്ടമുള്ള നമ്മൾ ഒരുമിച്ച് പാടാം. എന്നാലും പാറുവിന് ഇഷ്ടമുള്ള പാട്ട് പറ. അയ്യോ, നിങ്ങക്ക് അറിയുന്ന ഒരു പാട്ട് പാടുന്നല്ലേ നല്ലത്. ഏത് പറഞ്ഞാലും ഞങ്ങൾ പാടും. കടമിഴിയിൽ കമലദളം. കടമിഴിയിൽ കമലദളം. ഫുള്ള് പാടണം. കുറച്ച് പാടണം. ഹൗളിയും അതൊക്കെ പിടിക്കണം. സിംഗേഴ്സ് പാടുന്ന കണ്ടില്ല. റെഡി. ഓക്കെ, കർട്ടൻ തുറക്കട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കടമിഴിയിൽ കമലദളം കവിളിൽ സിന്ദൂരം നടന്നടന്നാൽ പുലരിമഴ പൂച്ചൊടിയിൽ പുന്നാരം കല്ലിപ്പൂമാനത്തെ ഒരുക്കി വെച്ചു നിന്നോട് ഫോൺ നോക്കാമോ? കടമിഴിയിൽ കമലദളം കവിളിൽ സിന്ദൂരം. ഇതോടുകൂടി സൂപ്പർ മാർക്കറ്റ് പരിപാടി. ചേച്ചി പാടിയില്ല. ഞാൻ പാടി. ഒരുമിച്ചൊരു പാട്ട് പാട്. കപ്പിൾസ് രണ്ടുപേരും ഒരുമിച്ചൊരു പാട്ട് അങ്ങ് പാടി. അത്രയുള്ളൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകുടാവില്ലേ. സോറി, തെറ്റിപ്പോയതാ. എനിക്കിതിന്റെ വേർഡ്സ് ഒന്നും അറിയില്ല. മെയ്യിൽ പാതി പകുത്തു തരും, മനസ്സിൽ പാതി പകുത്തു തരും. രണ്ട് പാട്ടായിട്ടാ. എല്ലാം കഴിഞ്ഞു. നിങ്ങളൊക്കെ ജീവച്ചേട്ടന്റെ പാട്ട് കേട്ടിട്ട് വന്നതാ? ആക്ച്വലി നിങ്ങൾ ക്യാമറ തിരിച്ചു. ഇവിടെ ആകെ 4 പേരുണ്ടായിരുന്നു. എന്റെ പാട്ട് കഴിഞ്ഞപ്പോ എത്ര പേരുണ്ടെന്ന് കാണിച്ചു കൊടുക്കൂ. ശരിക്കും കാണിക്കണം. അതാണ് പബ്ലിക് ക്യാമറ. കൈയടി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലൂ. തീരാറായി. ഗെയിം തീരാറായി. എനിക്ക് സങ്കടമാവുന്നു. ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ചു. കേൾക്കുമ്പോ എനിക്ക് പ്രൗഡ് ഫീലിംഗ് ആണ്. ഇടയ്ക്ക് കേൾക്കാറുണ്ടല്ലേ? ഓക്കെ, അടുത്തത്. പുറത്ത് കയറി കൊമ്പിൽ പിടിച്ച് ഒന്ന് ചവിട്ടിയപ്പോൾ ഓടടാ ഓട്ടം. പുറത്ത് കയറി കൊമ്പിൽ പിടിച്ചു ഒന്ന് ചവിട്ടിയപ്പോൾ ഓടടാ ഓട്ടം. സൈക്കിൾ. സൈക്കിൾ ആണോ? അല്ല, ആരും ഒന്നും പറഞ്ഞില്ല. ബൈക്കാണോ? സൈക്കിൾ. ബൈക്ക്. ബൈക്കൊന്നുമല്ല, സൈക്കിൾ. ബൈക്ക് കിക്കർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സൈക്കിളിന്റെ പെഡൽ ഓട്ടും. ഏതെങ്കിലും ഒന്നായിരിക്കും. ഇവിടെ ഉണ്ട് ഒരു സാധനം. സൈക്കിൾ. സൈക്കിൾ ഇവിടെ ഇല്ല. പിന്നെന്തുവാ? ഇവിടെ സൈക്കിളില്ല. സൈക്ലിംഗ് മെഷീൻ ആണോ? അല്ല. പിന്നെ ഉണ്ട് താഴെ. പറഞ്ഞ ശരിയാ. ഓക്കെ, ഓടിക്കോ. അതെവിടെയാന്ന് ചോദിക്കും. ഇവിടെ ഉള്ള സൈക്ലിംഗ് മെഷീൻ ആണോ? സൈക്കിൾ. ഇവിടെ ഹെൽത്ത് എവിടെ?
ജസ്റ്റ് 1 ലക്ഷം രൂപ. നിങ്ങളൊരു കാര്യം ചെയ്യാം, അടുത്ത നിങ്ങളുടെ ട്രിപ്പ് ഒരു ബൈക്കിലാക്ക്. കേട്ടോ ഞാൻ പറഞ്ഞ നിങ്ങള് ഇല്ല കേട്ടില്ല. അടുത്തത് ഞങ്ങൾ ബൈക്ക് യാത്ര ചെയ്യുന്നേ ഇല്ല. അപ്പൊ യൂട്യൂബ് ചാനൽ ഒരു വെറൈറ്റി കണ്ടന്റ് ആവില്ലേ? വേറെ ആരും ഇതുവരെ ബൈക്ക് യാത്ര ചെയ്തിട്ടില്ല. നിങ്ങള് ചെയ്യുമ്പോ വെറൈറ്റി അല്ലേ? ഓ, പുറത്തു കയറി കൊമ്പിൽ പിടിച്ചു ഒന്ന് ചവിട്ടിയപ്പോൾ ഓടട ഓട്ടം. ഓട്ടം ഓടാൻ പറ്റത്തില്ല, പക്ഷെ ഇവിടെ ഇരിപ്പുണ്ട് സാധനം. ഇവിടെ അല്ലേ? ഇതെനിക്ക് തുറക്കാനും പറ്റുന്നില്ല. ഇതിന്റെ എങ്ങനെയാ ലോക്ക്? വണ്ടി മൊത്തത്തിലൊക്കെ ഒന്ന് പരിശോധിക്കേ. ആ, ഏതാണ്ടൊക്കെ അത്ര ഈസി ആയിട്ട്. എടാ, ഈ സാധനം മാച്ച് നോക്കി നോക്ക്. ഇല്ല. വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ ടാസ്കും ഫൈനൽ ക്ലൂ ആണ്. ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ആ 1 lakh rupees കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ക്ഷീണിച്ചോ രണ്ടുപേരും? ഇനി ബാ മേളിപ്പോ. ഓക്കെ, രണ്ടുപേരും കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടല്ലോ? ഇല്ല. അപർണ ചേച്ചി കുക്ക് ചെയ്യാറുണ്ട്? എവറിഡേ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 3 നേരം 4 തവണ ഉണ്ടാക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗി ഉണ്ടാക്കണം. ഓക്കെ, മാഗി ഉണ്ടാക്കണം. അതിലൊരു മുട്ട ഇടണം. മുട്ടയിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കില്ലേ? പക്ഷെ ഇവിടെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ അതായത് ഇൻവിസിബിൾ ആണ് സംഭവങ്ങളെല്ലാം, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, വെരി സിമ്പിൾ. ഓക്കെ, പാത്രം വെച്ചു, ഞാൻ വെള്ളം ഒഴിക്കും. പാത്രം വെക്ക്, ഞാൻ വെള്ളം ഒഴിക്കുവാണേ. ഗ്യാസ് ഓൺ ചെയ്തോ? ഇടയിൽ ചോദ്യം വെള്ളം വെച്ചു. ഈ വെള്ളം തിളക്കാൻ 3 മിനിറ്റ് എടുക്കത്തില്ല. അപ്പൊ നമുക്ക് വെറുതെ റിലാക്സ് പോയിട്ട് വരാം. ബാ, റിലാക്സ് ചെയ്തിട്ട് വെള്ളം തിളക്കട്ടെ. തിളച്ചില്ല. അതും പോയിട്ട് വരാം. വല്ലാത്ത റിലാക്സേഷൻ ആയി പോകുന്നുണ്ട്. അയ്യോ, തിളച്ചു. വിളിക്കുന്നുണ്ട്. മാഗി പൊട്ടിക്ക്. ഒരു മിനിറ്റ്. ഈ കഴുകൊന്നും വേണ്ടല്ലോ. അയ്യോ, ഗ്യാസ് മറപ്പോയി. ഇതായിരുന്നു. പൊട്ടിച്ചിട്ടു. ഇനി അതിന്റെ ഒരു സ്പൂൺ, ഫോക്ക് വെറുതെ ഒന്ന് ഇതാക്കിയാൽ മതി. എന്നിട്ട് അതിന്റെ മസാല പൊട്ടിക്ക്. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ഞാൻ സിമ്മിലിടാം. മുട്ട താഴെ ഇരിക്കുന്നത് പയ്യെ പെടുത്തിട്ടോ. ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. ഓക്കെ, ശരി എന്നാ. കുറച്ചിടട്ടെ. ഈ കോൾ ചെയ്യുന്നിടത്ത് എന്തിനാ ഇവര് വരുന്നേ? സീക്രട്ട് കോളാന്ന് അറിയില്ല. ആരെയാ വിളിക്കുന്നത് അറിയാം. പ്രൈവസി തരില്ല. ഞാനൊരു സീക്രട്ട് കോൾ, കോൺഫിഡൻഷ്യൽ കോൾ ചെയ്യാന്ന് അറിയില്ല. മാഗിയുടെ പാക്കറ്റിൽ 2 മിനിറ്റ്സിൽ മാഗി ഉണ്ടാക്കാം. ഡക്കിന്റെ എഗ് വേണോ, ചിക്കന്റെ എഗ് വേണോ? ഏതെങ്കിലും മാഗി ആരെങ്കിലും ലോകത്ത് 2 മിനിറ്റ്സിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല. ഡക്കിന്റെ എഗ് വേണോ, ചിക്കന്റെ എഗ് വേണോ? ചിക്കൻ. എത്ര എണ്ണം വേണം? ഒരെണ്ണം മതി. ഓക്കെ. തോട് ട്രാഷ് എവിടെ? ഓക്കെ. എനിക്ക് സെമി ഗ്രേവി വേണം, ഒത്തിരി ഡ്രൈ ആവാൻ പാടില്ല. എനിക്ക് എന്റെ മേളിൽ ഇച്ചിരി ഫ്ലേവർ, നമുക്ക് പെപ്പർ പൗഡർ ഇടാം. ഒരു മിനിറ്റ്. സ്മെല്ല് വരുന്നുണ്ടല്ലോ. എവിടെ? അല്ല, ഇച്ചിരി ഇങ്ങനെ. ഓക്കെ. എക്സ്ട്രാ സോൾട്ട് ഇടാം. പെപ്പർ ഒന്നും ഇടണ്ട. ഇച്ചിരി പെപ്പർ ഇട്ടോ. നിങ്ങൾക്ക് എരിവുള്ളതാ ഇഷ്ടം? ഇച്ചിരി പെപ്പർ മതി. ഓക്കെ. ഇനി സർവിംഗ് പ്ലേറ്റ് എടുക്കട്ടെ? വേണ്ട, ഒരു 15 മിനിറ്റ് ഇവിടുന്ന് ആറട്ടെ. 15 മിനിറ്റ് നമുക്ക് പോകാം. മാഗി ആറിയ കൊള്ളൂല. ആറിയ മാഗി നല്ലതാണ്. ഞങ്ങൾ ആറിയ മാഗിയിൽ ഐസ് ഇട്ട് കഴിക്കും. വെറുതെ നിക്കാം, 15 മിനിറ്റ് ഫ്രീ ഉണ്ടല്ലോ. ഇപ്പൊ കഴിക്കണോ പാറു? ചൂടോടെ കഴിക്കുന്നത് നമുക്ക് ടി വി വെച്ചാലോ, ബിഗ് ബോസ് അല്ല. നമുക്കേ മാഗി ഉണ്ടാക്കിയില്ലേ, നമുക്ക് നമ്മളെല്ലാ ദിവസം കഴിക്കുന്നില്ല, നമുക്ക് പാറുവിന് കൊടുക്കാം. പാറു കഴിക്കട്ടെ. അത് കഴിക്കണം, കാണിക്കണം നമ്മളെ. പാറു സർവിംഗ് പ്ലേറ്റ് പാറു അല്ലല്ലോ, പാറു ഗസ്റ്റാ. ഞാൻ ഗസ്റ്റ് ഒന്നല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ്. ഒരു ഫോർക്ക്.
കഴിയിട്ടില്ല, കുഴപ്പമില്ല, പാറുമല്ലേ. അല്ല നിങ്ങൾ കഴിച്ച് നോക്ക്, നിങ്ങൾക്കും കൂടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും വേണേ പറയണേ. ജീവചേന നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ വെക്കട്ടെ ഞാൻ പ്ലേറ്റ്. നമ്മുടെ വീട്ടിലെ അതിഥിയല്ലോ. ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ടോ? ഡൈനിങ് ടേബിൾ ഇല്ല, അല്ല ഇവിടെ വെച്ചോ. ഞങ്ങള് ഡൈനിങ് ടേബിൾ കൊടുക്കാറില്ല. ഓ എടുത്തപ്പോ മനസ്സിലായില്ലേ? കഴിച്ചു നോക്കിയേ. അതിങ്ങനെ ഇങ്ങനെ നിക്കല്ലേ, അതാ ഞാൻ കാണിച്ചത്. എന്നാ അത് ഫുൾ കഴിച്ചിട്ട് പോയാ. എന്തെങ്കിലുമൊക്കെ വേണോ? കുറച്ച് വെള്ളം 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 ഗ്ലാസ് വെള്ളം ഒഴിക്കും. ആ കുടി. ഓക്കെ, ഒടുക്കത്തെ കുടിയാണല്ലോ. ബാക്കി ഒരാളിച്ചിരി വെള്ളം കുടിക്കുമ്പോ ഇങ്ങനെയാണോ ജീവചേട്ടൻ പറയുന്നത്? ഒരു നിങ്ങളും കൂടെ ടേസ്റ്റ് ചെയ്യും. മതി ജീവചേട്ടാ. ഗ്രേ എന്തേ? കൊള്ളാം. ഗ്രേക്ക് ഇച്ചിരി കൊടുക്കാലോ. ഞങ്ങളുണ്ടാക്കുന്ന ഫുഡ് കൊടുക്കാറില്ല, നല്ല ഫുഡ് കൊടുക്കാറില്ല. ഇഷ്ടപ്പെട്ടോ? ജീവചേട്ടൻ സൂപ്പറായിട്ട് മാഗി ഉണ്ടാക്കും അല്ലേ? ഓക്കെ, ഇനി ലാസ്റ്റ് ക്ലൂ. ഇവിടെ തന്നെ ഈ ഫ്ലോറിൽ തന്നെ താഴെ പോകണ്ട നിങ്ങൾ. മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി. മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി. മുള്ള് ഈ ചീപ്പിനകത്ത് എന്തെങ്കിലും. മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി ഇവിടെ ഉണ്ടോ? മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി. ആലോചിക്കാം. മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി. അല്ല പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കണം? ഇവിടെ ഇത് മാത്രല്ല, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞതാ. അപ്പൊ നിങ്ങക്ക് എളുപ്പത്തിന് പോവാലും താഴെ പോകണ്ടല്ലോ. മുള്ളിനുള്ള അപ്പൊ ഒരു ഫ്രൂട്ടാ? അല്ല അല്ല, ചക്ക. അതൊക്കെ താഴെയല്ലേ? ആക്ച്വലി കറക്റ്റാ. മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി ചക്ക മുള്ള്. അതിന് ഉത്തരം സുന്ദരിക്കുട്ടി ചോള. പക്ഷെ ഇത് അങ്ങനെയല്ല, ഈ മുള്ളു കുത്തിയാൽ നമുക്ക് വേദന എടുക്കും. ഓഹോ, അപ്പൊ മീൻ അല്ല. ഒരു ക്ലൂ തരുമോ? ഫുഡാണോ? അല്ല, ഈ മുള്ളു ശരിക്കുള്ള ഈ സാധനം കുത്തിയാൽ നമുക്ക് വേദന എടുക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ ജീവനുള്ളത് ഇല്ലാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് ആണ് ആ സാധനം ഇവിടെ ഇരിക്കുന്നത്. ഞണ്ടാണല്ല, മീനാണോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോ കൊടുത്തിട്ടുണ്ടാവാം ആ സാധനം. എന്ത് മുള്ളൻ? ചൂലാണോ? കൊടുക്കാൻ തുടക്കുന്ന എന്തെങ്കിലും സാധനമാണോ? കഴുകുന്ന എന്തെങ്കിലും സാധനം? ചെറിയൊരു സാധനമാ, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് അതിനെ. ഓ, അതെങ്ങനെ മുള്ളിന് ഉള്ളില് തന്നെ? ചോദ്യം തെറ്റാണ്. മുള്ളിന്റെ മേളിലല്ലേ ഇരിക്കുന്നത് റോസാപ്പൂ? ചോദ്യം ശുദ്ധ പൊട്ടത്തരം, വിഡ്ഢിത്തം. ആരാ പ്രൊഡ്യൂസർ ആരാ വിളി? മുള്ളിന് മേളിലല്ലേ റോസാപ്പൂ ഇരിക്കുന്നത്? നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. സത്യമല്ലേ? മുള്ളിന് മുകളിലെ സത്യമാണ്, ഞാനത് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. വളരെ വളരെ മോശമായ ചോദ്യം. ഓക്കെ, അതുകൊണ്ട് തൽക്കാലം റോസാപ്പൂ ഇവിടെ പ്ലാസ്റ്റിക് ചോദിച്ചിട്ടാ നമ്മൾ കണ്ടു. നേരെ പോ. ഓടിക്കോ, ഉമ്മാർക്ക് നമ്മളെ കിട്ടരുത്. ഞാൻ പറിച്ചെടുത്തു. നിയമത്തെ അത് റോസ് അല്ല, റോസ് ഇതാണ്. എടാ ഭംഗിയുള്ള റോസ്. റോസ് കിട്ടിയോ? പക്ഷെ അത് സെറ്റാടാ. എടുത്തോ, ഇതൊക്കെ ബില്ല് വരെ കൊടുത്തോളൂ. പ്രൊഡ്യൂസർ കൊടുക്കും. ക്ലൂ പട്ടത്തര ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പണി കൊടുക്കാം. ഇത് റോസ അല്ലേ? ഞാൻ കറക്റ്റ് കണ്ടുപിടിച്ചു. കണ്ടാ? താങ്ക് യു. ഇവക്ക് കൊടുത്താലോ? ഇത് അവിടെ വെച്ചേക്ക്. ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് വഴക്ക് പറയും. ഇത് എവിടെ നിന്ന് എടുത്ത്? അതെനിക്കറിയത്തില്ല. കിട്ടി. സാധനം കിട്ടി. കഴിഞ്ഞ നമുക്ക് 100K കണ്ടുപിടിക്കാം. സോറി യൂട്യൂബേഴ്സിന്റെ കൂടെ കയറി എനിക്കത് മാറിപ്പോയതാ. സോറി. താഴെ പോണം. താഴെ ടാസ്ക് കഴിഞ്ഞു. 1 ലക്ഷം രൂപ വാങ്ങിക്കുന്ന വീട്ടിൽ പോകുന്നു. അല്ല, അത് കണ്ടുപിടിക്കണം. അതോട് കണ്ടുപിടിച്ച വീട്ടിൽ പോവാലോ. നേരെ ഇറങ്ങിക്കോ. എവിടെയാണ് 1 ലക്ഷം രൂപ? 100K. പക്ഷെ നിങ്ങളെ ടാസ്കുകളൊക്കെ ഭയങ്കര ഗംഭീരമായി പൂർത്തീകരിച്ചു. 2 ലക്ഷം രൂപ തരുന്നു. നിങ്ങൾക്ക് 10,000 രൂപ തരുന്നു. ബാക്കി 90 മൈനസ്. ഇല്ല, പണിയെടുത്ത് ഇനി കുറച്ച്. ഓക്കെ, ടാസ്ക് ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ട്
ഗംഭീരമായിട്ട് ചെയ്തത് കൊണ്ട് ഇനി നമ്മൾ ആ അവസാനത്തെ ടാസ്കിലേക്ക് എത്തുകയാണ്. അത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലൂ ഇല്ല, ഇത്ര നിങ്ങൾ പണിയെടുത്തല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഏരിയ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ എവിടെയോ ആ ഒരു 1,00,000 രൂപ ഇരിക്കുന്നുണ്ട്. അത് ഈ ഏരിയ മാത്രമേ ഉള്ളൂ. ആ ഈ ചോക്ലേറ്റ്സില് ഓക്കെ അറിയാതെ പോകറ്റിലൊന്നും എടുത്തല്ലേ. 1,00,000 രൂപ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ആവേശമൊക്കെ വരണം. കുറച്ചൊക്കെ എനർജി ആയിട്ട് കണ്ടുപിടിക്കേ. എന്താ ഈ മിഠായിയുടെ പേര്? മിഠായി എടുത്ത് തിന്നുന്നുണ്ടേ. ആര്? ഇല്ലടാ ജെല്ലി ഈ മുട്ടയൊക്കെ എടുത്ത് കഴിച്ചാലോ? അല്ല ആക്ച്വലി ഒരെണ്ണം കഴിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ചേച്ചി കഴിച്ചോ? പ്രൊഡ്യൂസർ വയസ്സോ? പക്ഷെ ഇവിടെ അങ്ങനെ ഒരെണ്ണായിട്ട് കിട്ടില്ല എന്ന് തോന്നണല്ലേ. ഞാൻ എടുത്ത് കഴിക്കും. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇല്ല ചേച്ചി ബില്ല് ആ ചേട്ടനാണേ, ആ ബ്ലാക്ക് ഇട്ടേക്കണ ചേട്ടൻ. ഇതാ ചേട്ടൻ ട്ടാ. അതെ ഇതാണ് ഇത് നല്ലോണം നോക്കട്ടെ. ഡ്രസ്സിന് മാച്ചായ കളർ മിഠായി എടുത്തോണ്ട് പോവാ. ഞാൻ വേണമെങ്കിൽ നമ്മളെ ഈ ചൂട് തണുപ്പും പറഞ്ഞു തരണോ? പറഞ്ഞ ജീവചേട്ടൻ തണുപ്പാ. ജീവചേട്ടൻ തണുപ്പ്. ഞാനോ? ഏകദേശം ഒരു ചൂടിലാ നിക്കുന്നേ. ഞാനോ? അയ്യോ ചൂട്. ആർക്ക്? ജീവചേട്ടൻ. രണ്ടുപേർക്കും. എന്നാ പിന്നെ കൈയിട്ട് വാരടാ. ചൂടാണോ കൊടും ചൂടാണോ? പറഞ്ഞ ചേച്ചിക്ക് ഇച്ചിരി കൊടും ചൂടുണ്ട്. ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടോ ഇങ്ങനെ മിഠായി വരാൻ? ഒന്നും വരാൻ പറ്റിയിട്ടില്ല. അയ്യോ ഞാൻ എന്റെ താഴെ കിട്ടും. 2-3 താഴെ പോയിട്ടാ. ചേച്ചി തിരിച്ചിടണേ. മുട്ടായി ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇതൊക്കെ എന്ത് മിഠായിയാന്ന് പോലും അറിയാൻ പാടില്ല. അയ്യോ കൊടുംചൂട് കിട്ടി. ബാക്കി എവിടെ? ബാക്കി നിങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് വെച്ചവരെ എടുത്തോളൂ. അത് കൊള്ളാം. കഴിഞ്ഞു. നന്നായി. അങ്ങനെ 1,00,000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു ജീവ ആൻഡ് അപർണ. താങ്ക് യു സോ മച്ച്. 1,00,000 രൂപ ഒറ്റയടിക്ക് കിട്ടി. അതെ, ഞങ്ങൾ മൈൽസ്റ്റോണെ പ്രാഗി ഇവിടെ നിന്ന് ഇനിയാണ് ശരിക്കും വേട്ട ആരംഭിച്ചത്. എനിക്ക് മിഠായി ഇട്ടല്ലേ ഞാൻ പോവില്ല. എനിക്കൊരു മിഠായി വേണം. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ചേച്ചി എടുത്തോ? പ്രൊഡ്യൂസർ കാശ് എടുത്തോളൂ. മിഠായി കിട്ടുന്നില്ല. ദേ എടുത്തോളാൻ പറഞ്ഞു. ഈ ജെല്ലി എങ്ങനെ ഉണ്ടാവും? എടുത്തോ ജീവചാനൽ. എല്ലാവർക്കും എന്റെ ഓക്കേ. എല്ലാരും വരും. എല്ലാരും ഈ എടാ നിനക്ക് വേണമെങ്കിൽ നീ 5-6 ബൈന നമുക്ക് തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കാം. വന്ന വഴി നമ്മൾ വർക്ക് ഇല്ലേ? ആ ചേട്ടൻ തരുവേ. അങ്ങനെ 1,00,000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു ഷിട്ട് മണീസ് കി ജയ്. ഇതെന്താണ്? നല്ല ടേസ്റ്റ് ഉണ്ട്. തമാശ പറഞ്ഞല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പോകുമ്പോ 5-6 എടുത്തോണ്ട് നോക്കും. അവനെ കൊണ്ട് ബില്ല് എടുപ്പിച്ചാൽ മതി. ഇത് ചോക്ലേറ്റ് താങ്ക് യു മൈൽസ്റ്റോൺ. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച 1,00,000 രൂപ സമ്പാദിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് റിയ എന്നോട് സജസ്റ്റ് ചെയ്തത് മൈൽസ്റ്റോണിന്റെ ട്രഷർ ഹണ്ടിൽ പങ്കെടുക്കാൻ. ഞാനത് പങ്കെടുത്തു. എനിക്ക് പെട്ടെന്ന് തന്നെ 1,00,000 രൂപ കിട്ടി. നിങ്ങൾ ട്രൈ ചെയ്യണം. റിയ കണ്ടിട്ടില്ല? റിയനെ റിയ ഭയങ്കര പോപ്പുലർ അല്ലേ? ഫ്രണ്ട് റിയ അറിയില്ല. ഫ്രണ്ട് റിയൻ അറിയില്ല. സോ ബാഡ്. ഞങ്ങൾ കിട്ടി. താങ്ക് യു മൈൽസ്റ്റോൺ. താങ്ക് യു പാർവതി പാറു. താങ്ക് യു സോ മച്ച് ഫോർ ദി വെൽക്കം. അതൊരു ഫേക്ക് ഐഡി അല്ലേ? അശ്വതി അച്ചു അല്ല, പാർവതി പാറു ഉണ്ട്. അശ്വതി അച്ചു, പാർവതി പാറൂസ്. ആരാ പാർവതി പാറു? ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് തുടങ്ങിയ പ്രണയമാണ്. ജീവചാന ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. ഡിജിറ്റൽ ബ്രോ 37. എനിക്കുണ്ട്. പറയില്ല. പറഞ്ഞ പിന്നെ വീക്കേടി ആവത്തില്ല. ജീവയുടെ 2 ഉണ്ട്. ലോൺലി റൈഡർ. ഇവക്ക് പിങ്കി ബ്ലൂ. എങ്ങനെ ഉണ്ടായിരുന്നു
ട്രഷർ ഹണ്ട്? വളരെ നന്നായിരുന്നു. നൈസ്. താങ്ക് യു പറ നമുക്ക് ഒരുമിച്ച് 1 2 3 താങ്ക് യു മൈൽസ്റ്റോൺ. പിന്നെ ഈ ഒരു ട്രഷർ ഹണ്ട് അറേഞ്ച് ചെയ്തതിലും നല്ല നല്ല ടാസ്കുകൾ തന്നതിലും നല്ല നല്ല ക്ലൂ തന്നതിലും എനിക്ക് 2-3 പേരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. നന്ദി മാത്രമല്ല, എനിക്ക് ശരിക്കും കാണാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടാ ഇതിനൊന്നും ഞാനല്ല ഉത്തരവാദി. എനിക്കറിയാം. ചേട്ടൻ ഒരു ആങ്കർ അല്ല, എനിക്ക് പണിയെടുക്കാൻ മാത്രമേ ഉള്ളൂ എന്റെ ഉത്തരവാദിത്തം. ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടൂള് മാത്രമാണെന്ന് എനിക്കറിയാം. ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് തുരുതുര വിളിച്ചോണ്ട് അവസാനം ഇമോഷണൽ ഡ്രാമ വരെ ഇറക്കിയ ഇതിന്റെ അപ്പു, അവൻ എനിക്ക് തോന്നുന്നു രാജിവെച്ച് ഇവിടെ വന്നത് തന്നെ നാട്ടുകാർക്ക് എങ്ങനെ പണിയുണ്ടാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിന് പുറത്താണ്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അപ്പം പക്ഷെ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ട്രഷർ കൊണ്ടുണ്ട് ചേട്ടാ, വെറൈറ്റി ആയിരിക്കും, നോർമൽ ഇന്റർവ്യൂ പോലെ അല്ലെന്ന് ഇത്രയും വെറൈറ്റി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രോളിൽ കയറി നടക്കുന്നത്. അതിന് എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന മൈൽസ്റ്റോണിനും പാർവതിക്കും അല്ലേ, അത് തള്ളാൻ ഷിറ്റോന് ഭാഗ്യം കിട്ടി. സാധാരണ പച്ചക്കറി വെച്ചല്ലേ, ഇതൊരു നല്ല മുഴുത്ത എണ്ണ വെച്ച് തള്ളി. താങ്ക് യു സോ മച്ച്. അപ്പൊ രണ്ടുപേർക്കും താങ്ക് യു. വളരെ നമ്മളെ അത്രയും വെള്ളല്ലേ അല്ല, അതാ ഞാൻ ഇനി പറയാൻ വരുന്നേ. ഇനി നമ്മുടെ സിലിക്കൺ സ്നേഹത്തിന് ഒരു കടി. ഇത് നിങ്ങൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണേ. കഴിച്ചാ മധുരം പങ്കിട്ട് വേണം നമ്മള് പരിപാടി അവസരിപ്പിക്കാൻ. കൊള്ളാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 1 ലക്ഷം രൂപ കൊണ്ടോക്കോ. ഓക്കെ, ഇനി ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ഇവിടെ ഇത്ര നേരം ഓടി നടന്നതല്ലേ, അപ്പൊ അവര് വിചാരിച്ചു നിങ്ങൾ ഇത്ര ക്ഷീണിച്ചോണ്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൂടെ തരാണ്. ഞാൻ പറയട്ടെ. നമ്മുടെ സിലിക്കണിന്റെ ഹൈപ്പർ മാർക്കറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ഹിറാസിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഹലോ ചേട്ടാ, വരൂ. അത് പറഞ്ഞപ്പോ തിരിച്ചു പോയി. എങ്ങനെയുണ്ടായിരുന്നു? ട്രഷർ ഹണ്ട് ഒക്കെ കണ്ടോ? ആണോ? നന്നായി. ഓക്കെ, അപ്പൊ ചേട്ടാ കണ്ടാ മതി. താങ്ക് യു സോ മച്ച്. എന്താ ഇത്? എന്താന്ന് വീട്ടിൽ പോയി തുറന്നു നോക്കിയിട്ട് നിനക്ക് ഞാൻ DM അയച്ചു തരാം കേട്ടോ. ആ ചേച്ചി, ഇന്ന് ചാറ്റിൽ തെറിയിരിക്കും. ഞാൻ ചെന്നുമ്പോ തന്നെ ചോദിക്കാം, ചേച്ചി എങ്ങനെയുണ്ട്, സുഖാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. വേണ്ട വേണ്ട, ഈ 3 ക്യാമറ ഒന്ന് ഓഫ് ആവട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എനിക്ക് വീണ്ടും ഷിട്ടുമണീസിനെ കാണാൻ പറ്റി. നമ്മൾ കുറെ നേരം നല്ല അടിച്ചു പൊളിച്ചോ, ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ഓ, സന്തോഷായില്ലേ? അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ വന്ന സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇനി യൂട്യൂബ് ചാനൽ പുതിയ കോണ്ടന്റ് ഒക്കെ അതെ. പറഞ്ഞു ഞാൻ പറയാം. അപർണ തോമസിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വളരെ പ്രതീക്ഷയോടുകൂടി ഇടക്കിടക്ക് ഞാൻ പോയി ചോദിക്കാം, ചേച്ചി എന്തായി ചാനൽ, എന്തായി. അപ്പൊ അങ്ങനെ അറ്റ് ലാസ്റ്റ് അവർ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെയും ഭയങ്കര സപ്പോർട്ടൊക്കെ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി പുതിയ കുറെ കോണ്ടന്റ് ഒക്കെ ആയിട്ട് രണ്ടുപേരും വീണ്ടും വരും. ചാനലിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ശരി, ക്ഷീണിച്ചല്ലേ? ഞാൻ ഓടി ഓടി തളർന്ന്. എങ്ങനെയുണ്ട്? നല്ലൊരു ട്രഷർ ഉണ്ടായിരുന്നു. നല്ല കുറെ ചോദ്യങ്ങളായിരുന്നു, നല്ല കുറെ ക്ലൂ ആയിരുന്നു. ഒരെണ്ണം പൊട്ട ചോദ്യം. അതുകൊണ്ട് ഓവറോൾ നമ്മൾ എൻജോയ് ചെയ്തു. കാര്യം സാധാരണ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് തിരിച്ച് നമ്മൾ ഒരു പണി കൊടുക്കാൻ പോവാണ് പാറുവിന്. അതിനാണ് പാറു നമ്മളോട് വിളിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതെന്നോട് പറഞ്ഞില്ലല്ലോ. കംപ്ലീറ്റ് ആൾക്കാരുടെ സപ്പോർട്ട് ഇതിന് പിന്നിലുണ്ട്. ഒരു ഏറ്റ പണി സൂപ്പർ മാർക്കറ്റ് മുഴുവൻ ഇന്ന് ഓക്കെ. ആ പ്രോപ്പർട്ടി ആ ശൂലും ഇങ്ങടുത്തെ. അപ്പൊ നമ്മള് റെഡിയാക്കി വെച്ച ശൂലും ഇങ്ങടുത്തെ, അതിങ്ങോട്ട് വാ. തരാട്ടാ. പടംകുത്തിയല്ല, ഏറ്റ സാധനം. ജീവചേട്ടന്റെ ഫാൻസാ. നമ്മള് നടന്നു പോകുമ്പോഴേക്കും 10 മിനിറ്റ് മുമ്പ് കണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം പോയേനെ. ട്രോളിയിൽ നടക്കുന്നത് 27-ാം
ഈ ചിഹ്നത്തിൽ 27ാം പിറന്നാൾ ആഘോഷിക്കുന്ന പാറുവിന് എല്ലാവരും ജന്മദിനാശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ കേക്ക് മുറിക്കാൻ കേക്കിലോട്ട് അധികം സൂം ചെയ്യണ്ട. ശരിക്കും എഴുതുമ്പോ ഒരേയും കൂടെ വേണം. ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ പരു എന്നാണ്. ഹാപ്പി ബർത്ത്ഡേ കേക്ക്. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം. ജീവച്ചേന്റെ അപർണ ചേച്ചിയുടെയും അച്ഛന്റെ അമ്മയുടെയും കൂടെ കേക്ക് മുറിക്കാൻ പറ്റുന്നു. മാർബിൾ കേക്ക് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. നിങ്ങൾ വാ വാ എല്ലാരും വാ. അവരില്ലാതെ എന്താ ആഘോഷം? അതെ മുറിക്കട്ടെ ഞാൻ. എനിക്ക് 27 അല്ലാട്ടാ. 27 അല്ല 26. 24. ഹാപ്പി ബർത്ത്ഡേ ടു യു. പാട് പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പാരു. അല്ല പാരു. ഹാപ്പി ബർത്ത്ഡേ പാരു. മേ ദ ഗോഡ് ബ്ലെസ് യു. ഞങ്ങൾ തരാം. ഞങ്ങളാണ് ആക്ച്വലി തരേണ്ടത്. ഇന്നത് രണ്ടാമത്തെ കേക്കാണ്. ഓക്കെ സെറ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു കുട്ടി. മതി. എല്ലാവിധ ജന്മദിനാശംസകൾ നേരുന്നു. മൈൽസ്റ്റോൺ നിന്റെ ആയി മാറട്ടെ. പ്രൊഡ്യൂസർ കേക്ക് തിരിച്ചെടുക്കുക. അവളുടെ ബർത്ത്ഡേ ആണ് ഞാനെന്ത് വിളിച്ചത്. താങ്ക് യു സോ മച്ച് മൈൽസ്റ്റോൺ. താങ്ക്സ് നോട്ട് പറ. പറഞ്ഞോ. കേക്ക് ഇറക്കട്ടെ. 2-3 കണ്ണീരൊക്കെ ഇട്ടോ. വൈറലാവട്ടെ. എന്നെ ഞാനാക്കിയ മൈൽസ്റ്റോൺ. ഇല്ല എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനലിനും എൻ്റെ ടീമിനും അപർണ ചേച്ചിക്കും ജീവച്ചേട്ടനും എൻ്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടി. ടെൻഷൻ കൊണ്ട് അതെറ്റിപ്പോയി. എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല എനിക്ക് ഇവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഒരുപാട് സന്തോഷം. ഈ 24ാമത്തെ പിറന്നാൾ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. ഞാൻ മരിക്കില്ല. ഇത് എനിക്ക് 24 ആണ് ശരിക്കും ആഘോഷിച്ചു തുടങ്ങുന്നതെങ്കിലും ഒരുപാട് ജന്മദിനങ്ങൾ ഇതിലും വലിയ രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഒരു വലിയ ആങ്കറായിട്ടും ഒരു വലിയ ആക്ട്രസ് ഒക്കെ ആയിട്ട് മാറട്ടെ. എന്തൊക്കെയാണോ സ്വപ്നങ്ങൾ അതെല്ലാം എത്രയും പെട്ടെന്ന് ദൈവം നടത്തി തരട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ ജന്മദിനത്തിൽ ഷാജി പാപ്പന്റെ എല്ലാമായി ഇതാണ് ശരിക്കും കേട്ടോ. ഷാജി പാപ്പൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഇതിന്റെ ഓണർ പ്രൊഡ്യൂസറുമായി ശരിക്കുള്ള പേര് ഷാൽബി. വലിയ ഗിഫ്റ്റ് ഒക്കെ ആണോ? താങ്ക് യു. ഇതിപ്പോ പൊട്ടിക്കണ്ടേ? അങ്ങനെയില്ല. സർപ്രൈസ് നമ്മൾ അവർക്ക് ഇത് വെക്കാൻ പാടില്ലല്ലോ. പിന്നെ എല്ലാരും വന്ന് ചോദിക്കും എന്തായിരുന്നു ഗിഫ്റ്റ് ബോക്സിൽ, എന്തായിരുന്നു ഗിഫ്റ്റ് ബോക്സ്. ശരിയാ. അപ്പൊ ആ കമന്റ് ഒഴിവാക്കാം നമുക്ക്. ഷാജി പാപ്പൻ പാറുവിന്റെ ബർത്ത്ഡേക്ക് കൊടുത്ത സർപ്രൈസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മുളക് പൊടി വല്ലതൊക്കെയാണോ? അടുത്ത് നിൽക്കുന്നവരെ കണ്ടുപോകുന്നില്ല. അതാ വല്ല അങ്ങനത്തെ എന്തെങ്കിലാണോ? ഇത്ര വൃത്തിയായിട്ടൊക്കെയാണോ പൊട്ടിക്കുന്നത്? വലിച്ച് കീറങ്ങോട്ട്. ഇതാണ് ശരിക്കുള്ള പാറ. വാച്ച് അത് അടിപൊളി. കാസിയോടെ വാച്ച്. അത് വിന്റേജ്. അത് പൊളി. അതെ, ഇനി വാച്ച് എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 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 കയ്യിലിട്ട് കാണിച്ചു കൊടുക്കണം. അടിപൊളി വാച്ച്. താങ്ക് യു. കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ് പാറു ഇതിട്ടായിരിക്കും ഷോ ചെയ്യുന്നത്. പുതിയ വാച്ച് കാണിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെയൊക്കെ. താങ്ക് യു ഷാൽവിൻ ചേട്ടാ. താങ്ക് യു സോ മച്ച്. എന്റെ മക താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.